ഹായ് ഗായ്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ സമയം ആദർശ് നയനിയുടെ വീട്ടുകാരുടെ പേരിൽ 1 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വിവരങ്ങളും നമ്മുടെ വേണു അറിഞ്ഞിട്ട് അത് ദേവയാനിയോടൊക്കെ പറഞ്ഞ് മൊത്തം ഒരു പ്രശ്നമാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നയനയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുകയാണ് ആദർശ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തെന്നുള്ള വിവരം വേണു അറിയാണ്. ഉടനെ വേണു ഫോൺ വിളിക്കുകയാണ് കേട്ടോ, അനാമികയും രേവതിയും. എന്നിട്ട് വേണു പറയുന്നുണ്ട്, രേവതി ഒരു കാര്യം അറിഞ്ഞോ നീ? അപ്പോഴേക്കും എന്താ എന്തെങ്കിലും സംഭവിച്ചോ? ആ ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ വേണു പറയാണ്, ദേവയാനിക്കൊന്നും സംഭവിച്ചൊന്നുമില്ല, പക്ഷേ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. നിൻ്റെ മോൾ ഒരുത്തിയെ കെട്ടിക്കേറി അനന്തപുരിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. പക്ഷേ അവളുടെ ഭർത്താവ് 10 പൈസയുടെ ഉപകാരം അവക്കോ അവളുടെ കുടുംബത്തിനോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആദർശ് നയനയുടെ വീട്ടുകാർക്ക് 1-2 കോടി രൂപ കൊടുത്താ വീടും സ്ഥലവും വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇപ്പം അത് പോരാഞ്ഞിട്ട് അവൻ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് അവർക്ക് എടുത്തു കൊടുത്തത് ആ ഗോവിന്ദൻ്റെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഉടനെ രേവതി പറയാ, എന്താ നിങ്ങളീ പറയുന്നത്? ഇത് സത്യമാണോ? പിന്നെ നുണ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ ഞാൻ മിടുക്കനാണെന്ന കാര്യം നിനക്കറിയില്ലേ? നീ ആ ഫോൺ മോളുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. മോളെ അനാമികെ, ദേ അച്ഛനാ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് രേവതി. അപ്പോൾ അനാമിക ചോദിക്കുക, എന്താ അച്ഛാ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെന്നോ? നീ ഇങ്ങനെ നടന്നോ? അനിയെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ച് കാര്യം കാണാനുള്ളതിന് എന്താ അച്ഛൻ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്? അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ. ആദർശ് വീട് സ്ഥലവും വാങ്ങിക്കൊടുത്ത് അറിഞ്ഞില്ലേ നന്ദാവനംകാർക്ക്? അറിഞ്ഞല്ലോ, അതച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം അവക്കും അവിടെ വീട്ടുകാർക്കും കൂടി 1 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തു കൊടുത്തിരിക്കുന്ന ആദർശ്. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ആ ഗോവിന്ദന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തില്ലേ? ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നു, വീട് എടുത്തു കൊടുക്കുന്നു, ഇനിയിപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ കാർ എടുത്തു കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നീ അറിഞ്ഞോ? നിൻ്റെ ഭർത്താവിനെ കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? പോട്ടെ, അവിടുന്ന് കുറച്ച് പണം അടിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് അതുപോലും നിന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇൻഷുറൻസ് എടുത്തു കൊടുത്തെങ്കിൽ അച്ഛൻ എന്താ? ഇക്കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. അനിയുടെ കാര്യം അച്ഛൻ അറിയാമല്ലോ. പിന്നെ നമ്മുടെ കടം വീട്ടാനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ സഹിച്ച് ഇവിടെ ഈ അനന്തപുരിയിൽ കഴിയുന്നത്. അതച്ഛൻ മറക്കണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. നീ ഇപ്പം അറിഞ്ഞ കാര്യം നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് വേണു. അതിനുശേഷം അനാമികയും രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. കണ്ടില്ലേ ഇപ്പം എന്തെല്ലാമാണ് വാങ്ങിക്കൊടുക്കുന്നത്. അവളിപ്പം സുഖവാസത്തിനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ആദർശ് പുതിയ വീട് വാങ്ങിക്കൊടുത്തു. ഇവിടുത്തെ പോലെ സൗകര്യത്തിൽ AC ഒക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം അവരെ കരുതലുള്ളത് കൊണ്ടല്ലേ ഇൻഷുറൻസ് എടുത്തത്. 1 കോടി രൂപയുടെ ഇൻഷുറൻസ്. ആ ഗോവിന്ദൻ്റെ ഒരു ഭാഗ്യം. 10 പൈസയ്ക്ക് നിവർത്തിയില്ലാതെ ഓടി നടന്നതാണ് ചികിത്സയ്ക്കും മറ്റുമായിട്ട്. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനിയിപ്പോൾ കാറായി മറ്റുള്ള സാഹചര്യങ്ങളായി എല്ലാം വാങ്ങിക്കൊടുക്കും. അതാണ് ആദർശിൻ്റെ സ്നേഹം. അതിന് ഇവിടെ ഒരുത്തനുള്ളതോ? ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ നിൻ്റെ ഭർത്താവ്. അപ്പം അനാമിക പറയാണ്, അതെ, ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സാരില്ല, കുറച്ചുകൂടി നോക്കാം. അല്ലെങ്കിലും അവനെ ആര് നോക്കുന്നു? എങ്ങനെയെങ്കിലും ഇവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റിയിട്ട് വേണം അവനെ ഉപേക്ഷിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കുമാണ് നമ്മുടെ ദേവയാനി ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചെത്തുമ്പോഴേക്കും അനാമികയും രേവതിയും ചെന്നിട്ട് പറയുന്നുണ്ട്, അത് വല്യമ്മയ്ക്ക് സുഖമായല്ലോ അല്ലേ? സർജറിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ എത്തിയല്ലോ. എന്തായാലും വല്യമ്മ എത്തിയപ്പം വല്യമ്മയുടെ മരുമകൾ ഇവിടെ ഇല്ല. അവളുടെ വീട്ടിൽ പോയി സൂഹിക്കാനായിട്ട് നിൽക്കല്ലേ. പേര് ആദർശയുടെ മാല ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരാമെന്നാ. അതൊന്നും അല്ല വല്യമ്മേ, അവൾക്ക് 2-3 കോടി രൂപയുടെ വീട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആദർശേട്ടൻ. സുഖിച്ചോളാൻ അവിടെ. ഇവിടെ വന്ന് കിടന്നാൽ ഞങ്ങളൊക്കെ ശല്യമാണെന്ന്. അത് തന്നെയല്ല, ഇനി വല്യമ്മ അസുഖമായിട്ട് വരുമ്പം വല്യമ്മയെ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതിനൊന്നും പറ്റുകയില്ലാത്തതുകൊണ്ട് പോയി കിടക്കുകയാണ്. അതെന്തെങ്കിലും ആകട്ടെ അനാമികയെ.
അവളുടെ മുഖം കാണാതിരിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. അവളിവിടെ ഇല്ലാതിരിക്കുന്നതാണ് സന്തോഷം. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങളൊക്കെ ഇല്ലേ, അത് മതി. അവൾ എന്നെ നോക്കണ്ട, നോക്കിയിടത്തോളം മതി. ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ, നാശം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം ആദർശിന് ദേഷ്യം വരുന്നുണ്ടേ. പക്ഷേ ആദർശം ഒന്നും മിണ്ടുന്നില്ല. ആദർശം കയറിപ്പോയി കഴിയുമ്പോഴേക്കും അനാമികയും രേവതിയും കൂടെ പറയാം, അവൾക്ക് താമസിക്കാൻ വലിയൊരു വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അതറിഞ്ഞായിരുന്നോ? അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാ, നിങ്ങളിപ്പോൾ പറഞ്ഞപ്പം ഞാൻ അറിഞ്ഞു. ആദർശ് അങ്ങനെ ചെയ്തത് എന്നോട് ചോദിച്ചിട്ടല്ല, അതെന്താണെന്ന് എനിക്ക് ചോദിക്കണം അവനോട്. അതുകൂടാതെ വേറെയും ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. എന്ത് കരുതലാണെന്നറിയാവോ ആദർശിന് അവളുടെ വീട്ടുകാരോട് എന്ന് പറയാണ് രേവതി. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുക, വേറെന്താ അവൻ ചെയ്തത്? കാറ് വാങ്ങിക്കൊടുത്തോ അവർക്ക്? കാറൊന്നും വാങ്ങിക്കൊടുത്തില്ല, അതും കൊടുക്കും. കാരണം അവൻ്റെ ഭാര്യ അവിടെയല്ലേ ജീവിക്കുന്നത്, അവൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ കാറൊക്കെ വാങ്ങിക്കൊടുക്കും. ഇപ്പം അതല്ലെന്നേ, അവൻ്റെ അമ്മായിയച്ഛനില്ലേ ആ ഗോവിന്ദൻ, ആ ഹാർട്ടിന് അസുഖമുള്ള ഗോവിന്ദൻ, അയാൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി 1 കോടി രൂപയുടെ ഇൻഷുറൻസാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് ആദർശ്. എന്തുമാത്രം കരുതലും സ്നേഹ, ഇൻഷുറൻസ് എടുത്തതിൻ്റെ അല്ല, എന്നാലും അത്രയും കരുതൽ. ഗോവിന്ദൻ എന്തെങ്കിലും അസുഖം വന്നാൽ ഇനിയിപ്പോൾ അവർ പേടിക്കണ്ടല്ലോ, നേരത്തെ പണത്തിനായിട്ടൊക്കെ ഒരുപാട് അലഞ്ഞു നടന്നതല്ലേ എന്ന് രേവതി പറയാം. അപ്പം അനാമികയും പറയാം, അതെ, ഇനിയിപ്പം പണത്തിന് പേടിക്കണ്ട. 2 മരുമക്കളെയും അനന്തപുരിയിലേക്കല്ലേ വിവാഹം കഴിച്ച് വിട്ടത്, അതുകൊണ്ട് ഗോവിന്ദന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി എന്തെങ്കിലും അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസും ഉണ്ട്, ആരുടെയും മുമ്പിൽ കൈ നീട്ടണ്ട. എന്നാലും ആദർശേട്ടൻ ഇങ്ങനെ മാറിപ്പോയല്ലോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഇവൻ ഇത്രയൊക്കെ ചെയ്തോ? സ്വന്തം അമ്മ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുമ്പം ഭാര്യയെ സൂയിക്കാൻ വിടുക, ആ ഭാര്യ വീട്ടുകാർക്ക് വീട് സ്ഥലവും വാങ്ങിക്കൊടുക്കുക, ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അമ്മയുടെ ജീവൻ ഒരു വില ഇവൻ കൽപ്പിച്ചില്ലല്ലോ. അത് തന്നെയാ എനിക്കും പറയാനുള്ളതെന്നപ്പോൾ ജലജ പറയാണ്, ഞങ്ങളത് സംസാരിച്ചു. ഏടത്തി ഹോസ്പിറ്റലിൽ ഇത്രയും വയ്യാതെ കിടക്കുമ്പം അവൻ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും വേണ്ടി ഇത്രയധികം കരുതലോടുകൂടി നടക്കണമെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൾ എത്രത്തോളം സ്നേഹം ചെലുത്തിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഇനി വല്ല കൈവശവും കൊടുത്ത് അവനെ വശീകരിച്ചതായിരിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ വല്ലതും ചെയ്യുമോ ഏടത്തി എന്ന് പറയാണ് ജലജ. ഞാൻ അവനോട് ഇതൊക്കെ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതിനുശേഷം ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി, ആദർശേ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിൻ്റെ അമ്മ തന്നെയല്ലേ ഞാൻ, അതെന്താ അങ്ങമ്മ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ അസുഖമായിട്ട് മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടന്ന സമയത്ത് നീ നിൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാർക്കും വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? ചെയ്തതല്ല, ചെയ്യിപ്പിച്ചത് നിൻ്റെ ഭാര്യ. അതിനൊത്ത് കുരങ്ങ് കളിക്കാനായിട്ട് നടക്കല്ലായിരുന്നു നീ. എന്താ അമ്മ പറഞ്ഞത്? അല്ല, നിൻ്റെ ഭാര്യ നയന, അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടി പുതിയൊരു വീട് വാങ്ങിപ്പിച്ചില്ലേ നിന്നെക്കൊണ്ട്? എത്ര കോടി രൂപയാണ് നീ അതിന് ചിലവാക്കിയത്? അതുപോലെ തന്നെ നീ ആ ഗോവിന്ദനെയൊക്കെ കരുതി നിൻ്റെ ഭാര്യ വീട്ടുകാർ വിഷമിക്കരുതെന്ന് കരുതി ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നു, മറ്റു പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവിടുത്തെ പോലെ തന്നെ സുഖമായിട്ട് അവൾക്ക് അവിടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. നീ കൊള്ളാം. എന്നോടൊരു വാക്ക് നീ പറഞ്ഞു, അത് അമ്മയോട് പറയാവുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ആ സമയത്ത് അമ്മ. പിന്നെ നയനയുടെ വീട്ടുകാർക്ക് വീട് വാങ്ങിക്കൊടുത്തെങ്കിൽ നയന അവിടെ നിൽക്കുന്നു. എൻ്റെ ഭാര്യയാണ് അവൾക്ക് അതുപോലൊരു സുരക്ഷിതത്വം കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ്. ഓഹോ, അപ്പോൾ അവൾ ഇത്രയും നാളും ആ വീട്ടിലല്ലേ കിടന്നത്? ഇപ്പം ഇവിടെ വന്ന് കൊട്ടാരത്തിൽ താമസിച്ചപ്പം ഇനി കൊട്ടാരത്തിലെ കെട്ടിലമ്മ താമസിക്കുള്ളെന്നാണോ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയാണ്, അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ കുറച്ചുകൂടി സൗകര്യമുള്ളൊരു വീട് അത് അവർക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതാ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. എന്നെങ്കിലും അമ്മയ്ക്കും അത് മനസ്സിലാവും. ഇപ്പം എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, ഗോവിന്ദൻ ഇൻഷുറൻസ് എടുത്തു കൊടുത്തതും നിൻ്റെ കരുതൽ തന്നെയല്ലേ? കുറച്ച് കരുതൽ കൂടിപ്പോയില്ലേ മോനെ എന്ന് ചോദിക്കുമ്പം അതും ആവശ്യമാണ്. ഇനി നയനയും നയനയുടെ വീട്ടുകാരും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടാൻ പാടില്ല. അതുപോലുള്ള ഉപകാരങ്ങളാണ് അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതമ്മേ എന്ന് പറയുമ്പം ദേവയാനി പറയണം, ഓഹോ, എനിക്ക് പാലിൽ വിഷം ചേർത്ത് തന്നതായിരിക്കും ആ ഉപകാരം അല്ലേ? നയന എന്ന് പറയുന്നവളെ ഇനി ഈ വീടിൻ്റെ മുറ്റത്ത് കയറാൻ ഞാൻ അനുവദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, അവൾ അതുപോലത്തെ ദ്രോഹമല്ലേ എന്നോട് ചെയ്തത്. ഇത്രയും വലിയ തെറ്റ് ചെയ്തവർക്ക് നീ പാരിതോഷികങ്ങൾ വാങ്ങിക്കൊടുക്കുക. അപ്പം നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് മോനെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാം, അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, മറ്റുള്ളവർ പറയുന്ന കേട്ട് പെരുമാറരുത്.
ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്തെങ്കിലും അമ്മ മനസ്സിലാക്കുന്ന സമയം വരുമെന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, ഒന്നുമില്ല, നയന ഇനി ഈ വീട്ടിൽ കയറാൻ പാടില്ല. നയനയുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ദേഷ്യമാണ്. അവൾ എവിടെയെങ്കിലും പോയി ഒന്ന് ചത്ത് തൊലഞ്ഞാൽ മതിയായിരുന്നു എന്ന് ദേവയാനി പറയുമ്പോൾ ആദർശിന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ആദർശ് പറയാണ്, അങ്ങനെ അമ്മ പറയരുത്. നയന ഇനി മുതൽ കുത്തുവാക്ക് പറയോ, നയന ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്കും അമ്മയുടെ പഴയ സ്വഭാവം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നയന കാണില്ല. ആ ഒപ്പം ഞാനും പോവും. നയനയോടൊപ്പം ഞാനും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുമെന്ന് മനസ്സിലായോ എന്ന് ദേവയാനിയോട് പറയുകയാണ് കേട്ടോ ആദർശ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്